ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇന്ന് റിലീസായ മുന്തിരിക്കള്ള എന്ന ആൽബത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. മറ്റൊന്നുമല്ല, അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം മനു എന്നാണ് ചേട്ടൻ്റെ പേര്. ആ കഥാപാത്രം എൻ്റെ സുഹൃത്തായ ജയശ്രീ ചേച്ചിയുടെ അനിയനാണ്. അപ്പോൾ അവരുടെ ടീം നയിച്ച മുന്തിരിക്കള്ള എന്ന ആൽബം ഇന്ന് 17/5/2025 ശനിയാഴ്ച 5 മണിയായപ്പോൾ റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ചിരി ഇരുചിരി വമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം സജീവമാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഭാസി എന്ന് പറയുന്ന ചേട്ടനും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആ ചേട്ടനെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മുടെ കോമഡി ആർട്ടിസ്റ്റാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ആ മുന്തിരിക്കള്ള എന്ന ആൽബത്തെക്കുറിച്ചാണ്. മുന്തിരിക്കള്ള എന്ന ആൽബം ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കാം. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ സോങ് സെലക്ഷൻ എണ്ണക്കറുപ്പുള്ള ഏഴഴകുള്ള എന്നെ മറന്നോടി പൊന്നമ്മേ, എണ്ണക്കറുപ്പുള്ള ഏഴഴകുള്ള എന്നെ മറന്നോടി. പിന്നരഞ്ഞാണം ചുറ്റുമ്പ കള്ളക്കണ്ണാലെന്നെ ചുണ്ട് കഴിച്ചിട്ടും എന്നെ മറന്നോടി പൊന്നമ്മേ, എന്നെ മറന്നോടി. എണ്ണക്കറുപ്പുള്ള ഏഴഴകുള്ള എന്നെ മറന്നോടി പൊന്നമ്മേ, എണ്ണക്കറുപ്പുള്ള ഏഴഴകുള്ള എന്നെ മറന്നോടി. പിന്നരഞ്ഞാണം അതിലെ കോസ്റ്റ്യൂം, പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ കഥാപാത്രത്തെ ആ ഒരു തനിമയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു അഭിനയമല്ല, ആ കഥാപാത്രമായി എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു. അണ്ടമ്മോ തേണ്ടമ്മോ തെക്കപ്പറമ്പിന് തീ പിടിച്ചേ, അണ്ടമ്മോ തേണ്ടമ്മോ തെക്കപ്പറമ്പിന് തീ പിടിച്ചമ്മോ. അണ്ടമ്മോ തേണ്ടമ്മോ തെക്കപ്പറമ്പിന് തീ പിടിച്ചേ, അണ്ടമ്മോ തേണ്ടമ്മോ തെക്കപ്പറമ്പിന് തീ പിടിച്ചേ. ഒരു പ്രത്യേകം നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രത്യേകം അവരോട് തന്നെ അതിനൊരു താങ്ക്സ് പറയുന്നു. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രവും ഓരോരുത്തരും അതിലെ ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ലിപ് മൂവ്മെൻ്റ് ആയാലും ഫേസിൻ്റെ എക്സ്പ്രഷൻ ആയാലും ബോഡി എക്സ്പ്രഷൻ ആയാലും എല്ലാം അതിൻ്റേതായിട്ടുള്ള പെർഫെക്റ്റായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം ആയാലും നമ്മളിപ്പോൾ ഈ ഒരു മുന്തിരിക്കള്ള എന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കള്ളിഷാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണെന്ന്. അത് തന്നെ കള്ളിഷാപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു പ്രദേശവും എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം തന്നെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഇത് 100% വിജയം കണ്ടെത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു ആൽബം നമ്മൾ കണ്ടു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ആൽബം നിങ്ങളെല്ലാവരും, ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും ഈ ആൽബം കാണുക മാത്രമല്ല, ഈ ഒരു ആൽബത്തെ പറ്റിയുള്ള കമൻറ്റ് ബോക്സിലിടണം. കാരണം അവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് റിലീസായ മുന്തിരിക്കള്ള എന്ന ആൽബം. അപ്പം കഷ്ടപ്പാടിന് ദൈവം ഫലം കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്ര നല്ലതായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൊരു ബാഡായിട്ടുള്ള ഒരു ഇത് എടുത്തു പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല അതിനകത്ത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ അനിയനായതുകൊണ്ടല്ല ഞാൻ ഇത്രയും പോയിട്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ അത് മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് നോക്കണം മുന്തിരിക്കള്ള എന്ന ആൽബം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത്. കാണുക മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.